ശ്വേതാ മേനോനെതിരായ പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിക്കെതിരായ പരാതിയിൽ നിയമോപദേശം തേടി പോലീസ്. എറണാകുളം സെൻട്രൽ പോലീസിൽ ലഭിച്ച പരാതിയിലാണ് നിയമോപദേശം തേടിയത്. നിലവിൽ മാർട്ടിനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് പരാതിക്കാരനെ അറിയിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് കേസെടുക്കണം എന്ന പരാതിയാണ്. പക്ഷെ നമുക്കറിയാം, പരസ്യമായി തന്നെ ഇത്തരത്തിൽ ഉള്ള പോൺ സൈറ്റുകൾ വഴി ദൃശ്യങ്ങൾ വിറ്റ് പണം സമ്പാദിച്ചു എന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ പോലീസിന് നിയമോപദേശം തന്നെ തേടണം എന്ന് തോന്നുന്നത്? കാരണം നേരിട്ട് തന്നെ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലേ? നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസിനാണ് കോഴിക്കോട് സ്വദേശി മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ കോഴിക്കോട് സ്വദേശി ചൂണ്ടിക്കാണിക്കുന്നത് മാർട്ടിൻ മേനാച്ചേരി ശ്വേതാ മേനോനെ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒപ്പം തന്നെ പോൺ സൈറ്റുകൾ, നിരോധിത പോൺ സൈറ്റുകളിലെ ദൃശ്യങ്ങൾ കണ്ടു എന്നെല്ലാം ആരോപിക്കുകയാണ്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് ഒരു നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേസെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പകരം ഈ പരാതിക്കാരനോട് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകാനാണ് ആ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മാർട്ടിൻ മേനാച്ചേരിക്ക് എതിരെ ലഭിച്ച പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു, ഒപ്പം തന്നെ നിയമോപദേശവും എടുത്തു. ഏറ്റവും ഒടുവിലാണ് നിയമോപദേശം ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ല. നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ തന്നെ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ പോൺ സൈറ്റുകൾ വഴി ദൃശ്യങ്ങൾ വിൽപ്പന നടത്തി ശ്വേതാ മേനോൻ പണം സമ്പാദിക്കുന്നതായി ഇയാൾ ആരോപിച്ചിരുന്നു. അത് ഇന്ത്യയിൽ രാജ്യത്ത് നിരോധിച്ച പോൺ സൈറ്റുകളാണെന്നാണ് കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിലുള്ളത്. അതേസമയം മാർട്ടിൻ പറയുന്നത് താൻ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്ന പോൺ സൈറ്റുകളിലെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി സഹിൻ, എന്തായാലും ഈ വിഷയത്തിൽ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ ഇപ്പോൾ കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരനോട് നിർദ്ദേശിക്കുന്നത്. മറ്റൊരു